വാത്സല്യനിധിയായ ജേക്കബ് തൂങ്കുഴി പിതാവ് തൻ്റെ നിത്യസമ്മാനത്തിന് യാത്രയായിരിക്കുന്നു. 94 നീണ്ട വർഷങ്ങളുടെ ഈ ലോക ജീവിതത്തിനു ശേഷം നിത്യപിതാവിൻ്റെ സന്നിധിയിലേക്ക് കടന്നു പോയിരിക്കുന്നു. തൂങ്കുഴി പിതാവിനെ പറ്റി ഓർക്കുമ്പോൾ നമ്മുടെ മനസ്സുകളിലേക്ക് വരുന്ന ഇതാണ്: എന്നും ശാന്തപ്രശാന്തമായ മുഖഭാവം, ഏറ്റവും എളിമയോടുകൂടെ എല്ലാവരോടും ഒരേപോലെ തന്നെ പെരുമാറുന്ന എളിയ ജീവിത പ്രകൃതം. 3 രൂപതകൾക്കാണ് തൂങ്കുഴി പിതാവിൻ്റെ ഒരു വൈദിക മേലധ്യക്ഷൻ എന്ന നിലയ്ക്ക് ശുശ്രൂഷ നേതൃത്വം അനുഭവിക്കുവാൻ ഭാഗ്യമുണ്ടായത്. മാനന്തവാടി രൂപതയുടെ തുടക്കക്കാരനായിരുന്നു. 1973 പുതിയ രൂപത സ്ഥാപിതമായപ്പോൾ തൂങ്കുഴി പിതാവിനാണ് ആ ഭാരിച്ച ഉത്തരവാദിത്വം ദൈവം ഏൽപ്പിച്ചത്. അങ്ങനെ ആ സൗമ്യഭാവത്തോടെ, എളിമയോടെ, എന്നാൽ മനുഷ്യഹൃദയങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന ആ നല്ല പ്രകൃതി ആ രൂപതയുടെ ഏറ്റവും ശക്തമായ അടിസ്ഥാനമായി മാറി. അവിടെ നിന്നാണ് പിന്നീട് താമരശ്ശേരി രൂപതയിലേക്ക് വന്നത്. വെറും ഹ്രസ്വകാലമായിട്ട് മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂവെങ്കിലും അദ്ദേഹത്തിൻ്റെ സ്മരണ എന്നും ഈ കേരള സഭയ്ക്കും ആഗോള സഭയ്ക്കും അനുഗ്രഹമാകുന്ന വിധത്തിൽ പുതിയൊരു സന്യാസിനി സമൂഹത്തിന് രൂപം കൊടുത്തു. SKD, സൊസൈറ്റി ഓഫ് ക്രിസ്തുദാസീസ്. അങ്ങനെ അവരിലൂടെ ആ വത്സല പിതാവിൻ്റെ ആധ്യാത്മികതയും വാത്സല്യവും കർത്താവിൻ്റെ കരുതലും അനേകായിരങ്ങൾ എന്നും അനുഭവിച്ചു പോകും. അവിടെ നിന്നാണ് തൃശ്ശൂർ അതിരൂപതയുടെ അധ്യക്ഷനായി അഭിവന്യ തൂങ്കുഴി പിതാവ് കടന്നു ചെല്ലുന്നത്. പിന്നീട് CBCIയുടെ കാത്തലിക് ബിഷപ്സ് കോൺഫറൻസ് ഓഫ് ഇന്ത്യയുടെ 2nd വൈസ് പ്രസിഡൻ്റായി അദ്ദേഹം ശുശ്രൂഷ ചെയ്തു. എന്നും എല്ലാവർക്കും സംലബ്ധനായ മനുഷ്യൻ, അടിയുറച്ച ആധ്യാത്മികതയുടെ എന്നും അത് സ്പന്ദിക്കുന്ന നല്ല ഹൃദയം. എത്രയോ പേരെയാണ് അദ്ദേഹം തൻ്റെ ആ സൗമ്യമായ പ്രഭാഷണങ്ങളിലൂടെ, അത് വാർഷിക ധ്യാനത്തിലായാലും ഷാലോം TVയിലും മറ്റ് മാധ്യമങ്ങളിലൂടെ ഒക്കെ നൽകുന്ന ആ പ്രഭാഷണങ്ങളിലൂടെ അവരുടെ ഹൃദയങ്ങളെ സ്പർശിച്ചിട്ടുള്ളത്, അവരുടെ ജീവിതത്തെ ദൈവപിതാവിൻ്റെ സന്നിധിയിലേക്ക് ഉയർത്തിയിട്ടുള്ളത്. ഇന്നിതാ ഈ 94 വർഷങ്ങൾക്ക് ഈ ഭൂമിയിൽ ജീവിച്ചതിന് ശേഷം ഏകദേശം 70ഓളം വർഷം ഒരു പുരോഹിതൻ എന്ന നിലയ്ക്ക് കർത്താവിൻ്റെ ശുശ്രൂഷയിൽ എന്നും വ്യാപൃതനായ വൈദികൻ എന്ന നിലയ്ക്ക് പിതാവിൻ്റെ സന്നിധിയിലേക്ക് ആ നിത്യസമ്മാനത്തിനായി യാത്രയാകുന്നു. തൂങ്കുഴി പിതാവ് എപ്പോൾ കണ്ടാലും നമ്മോട് പറയുന്ന ഒരു കാര്യമുണ്ട്: നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നെ കൂടി ഓർക്കണമേ. നമുക്ക് നിത്യശാന്തി ജേക്കബ് തൂങ്കുഴി പിതാവിന് നേരാം. അദ്ദേഹത്തെ നമ്മുടെ പ്രാർത്ഥനയിൽ പ്രത്യേകമായി സ്മരിക്കാം. അങ്ങനെ മാലാഖമാരോടും വിശുദ്ധരോടൊപ്പം ആ സ്വർഗസന്നിധിയിലായിരിക്കുമ്പോൾ, ജീവിതത്തിൻ്റെ സാഫല്യം അനുഭവിക്കുമ്പോൾ, അഭിവന്യ പിതാവ് കേരള സഭയ്ക്ക് വേണ്ടി, ഭാരതസഭയ്ക്ക് വേണ്ടി, ആഗോള സഭയ്ക്ക് വേണ്ടി, നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി പ്രാർത്ഥിക്കട്ടെ. അങ്ങനെ ദൈവത്തിൻ്റെ കൃപാവരത്തിൻ്റെ സമൃദ്ധി നമ്മിലേക്കും കടന്നു വരട്ടെ. ആ പിതാവിൻ്റെ അനുഗ്രഹീതമായ മാതൃക നമുക്കെന്നും പ്രചോദനമാകട്ടെ. ജേക്കബ് തൂങ്കുഴി പിതാവ് യഥാർത്ഥത്തിൽ കേരളത്തിലെ പിതാക്കന്മാരിൽ സീനിയർ മോസ്റ്റായിട്ടുള്ള ഒരു വ്യക്തിയാണ്. പക്ഷേ ഏറ്റവും ജൂനിയറായിട്ടുള്ള എന്നോട് പോലും പിതാവിൻ്റെ സംസാരവും പെരുമാറ്റവും അതുപോലെ സമീപനമൊക്കെ എത്ര വാത്സല്യത്തോടു കൂടിയായിരുന്നു. പിതാവോട് സംസാരിക്കുമ്പോൾ ആ കണ്ണുകളിലേക്കൊന്ന് നോക്കിയാൽ മതി. ആ കണ്ണുകളിൽ ഒരു പിതൃവാത്സല്യം ഇങ്ങനെ തുടിച്ചു നിൽക്കും. ആ മുഖഭാവം എല്ലായ്പ്പോഴും ഇങ്ങനെ വിനീതഭാവത്തോടു കൂടെയാണ്. അതാണ് തൂങ്കുഴി പിതാവിനെ പറ്റി ഞാൻ ഓർക്കുമ്പോൾ എന്നും മാതൃകയായി എൻ്റെ മുന്നിൽ നിൽക്കുന്നത്. ഇത്രയും അനുഭവ സമ്പത്തുള്ള ഒരു പിതാവാണെങ്കിലും, ഇത്രയും ആധ്യാത്മികമായ ഉന്നത ശൃംഗത്തിൽ വിരാജിക്കുന്ന ഒരു പുരോഹിത ശ്രേഷ്ഠനാണെങ്കിലും, എല്ലാവരോടും ഇങ്ങനെ സമഭാവനയോടെ സൗഹാർദ്ദതയോടുകൂടെ പെരുമാറുന്ന ആ ജീവിതശൈലി എത്ര വലിയ മാതൃകയാണ്.
പ്രചോദനമാണ്. ഞാൻ കണ്ണൂർ ഇവിടുത്തെ ശുശ്രൂഷയ്ക്ക് നിയോഗിച്ച് ഇവിടെ വന്നപ്പോൾ, അതിനുശേഷം ആദ്യമായി പിതാവിനെ കണ്ടപ്പോൾ പിതാവ് ഇങ്ങനെ എന്നെ വാത്സല്യത്തോടെ ഇങ്ങനെ തോളിൽ തട്ടിയിട്ട് പറഞ്ഞു, എപ്പോഴും ഈശോയിൽ ആശ്രയിച്ച് പോയിക്കോ, കർത്താവ് നമ്മെ ശക്തിപ്പെടുത്തും. ഒരുപക്ഷെ തൻ്റെ തന്നെ ജീവിതാനുഭവത്തിൽ നിന്നായിരിക്കും. കാരണം ഒരു പുതിയ രൂപതയുടെ തുടക്കക്കാരെന്ന നിലയ്ക്ക് മാനന്തവാടിയിൽ ചെന്നപ്പോഴും അതിനുശേഷം പല പല ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കേണ്ട ദൗത്യം വന്നു ചേർന്നപ്പോഴുമൊക്കെ തൂങ്കുഴി പിതാവിൻ്റെ ആ ദൈവത്തിൻ്റെ കൃപാവരത്തിൻ്റെ സമൃദ്ധി എപ്പോഴും ജീവിതത്തിലുണ്ടായിരുന്നു. ആ സമ്പൂർണ്ണമായ സമർപ്പണമാകാം. അതാണ് പിതാവ് എനിക്കും ഉപദേശമായിട്ടും ഒരു കരുത്തായിട്ടും. പ്രത്യേകിച്ച് നമുക്കൊരു ഉത്കണ്ഠയുണ്ടല്ലോ, പുതിയൊരു സ്ഥലത്ത് വലിയൊരു ഉത്തരവാദിത്വം ഈ ഒരു ചെറിയ മനുഷ്യനെ ഏറ്റെടുക്കുമ്പോഴുള്ള സ്വാഭാവികമായിട്ടുള്ള ഉത്കണ്ഠ. എങ്ങനെ പോകും, എങ്ങനെ ആയിരിക്കും എന്നുള്ളതൊന്നും നമുക്കറിയാത്ത ആ സാഹചര്യത്തിൽ ഇങ്ങനെ അനുഭവ സമ്പത്തുള്ള ആധ്യാത്മിക രംഗത്ത് ഇത്ര ഔന്നത്യം സ്വന്തമാക്കിയിട്ടുള്ള ആർജിച്ചെടുത്തിട്ടുള്ള ഒരു പിതാവിൻ്റെ വാക്ക് എത്രയോ ആശ്വാസകരമാണ്. തൂങ്കുഴി പിതാവിൻ്റെ ശബ്ദം ഒരു പ്രവാചക ശബ്ദമാണ്. അദ്ദേഹം അങ്ങനെ ഒച്ചത്തിലും ബഹളം വെച്ചുള്ളൊരു സംസാര രീതിയൊന്നുമല്ല, സൗമ്യം, ദീപ്തം. പക്ഷേ അദ്ദേഹം പറയേണ്ട സ്ഥലത്ത് ആ പ്രവാചക ശബ്ദം ഉറക്കെ ആ മൃദു സ്വരത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതെന്നും കേരള സഭ അഭിമാനത്തോടെയും സന്തോഷത്തോടു കൂടെ ഓർക്കണം. തൂങ്കുഴി പിതാവ് കടന്നുപോയാലും അദ്ദേഹത്തിൻ്റെ ആ പ്രശാന്തമായ നിലപാടും പ്രവാചക ശബ്ദവും ഇവിടെ അലയൊലിച്ചുകൊണ്ടിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. മാനന്തവാടി രൂപത തുടങ്ങുമ്പോൾ അവിടുത്തെ പ്രത്യേകമായ സാഹചര്യത്തിലും ഒരു ശക്തമായ അടിസ്ഥാനമിട്ടത് ഇങ്ങനെ പാവങ്ങളോട് പക്ഷം ചേരുന്ന കർഷകരോടുള്ള പ്രത്യേകമായ പ്രതിജ്ഞാബദ്ധത, പലവിധത്തിലും പ്രയാസമനുഭവിക്കുന്ന കുടിയേറ്റ ജനതയോടുള്ള പ്രത്യേകമായ ഒരു മമത, കരുതൽ. ഇത് തൂങ്കുഴി പിതാവിൻ്റെ ഒരു മുഖമുദ്രയായിരുന്നു. യഥാർത്ഥത്തിൽ ഇങ്ങനെ വിശുദ്ധി തൊട്ടെടുക്കാൻ പറ്റുന്ന ഒരു ജീവിതമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പിതാവ് നടക്കുമ്പോൾ ഒരു ഉറുമ്പിനെപ്പോലും നോവിക്കാത്ത വിധത്തിൽ ഉള്ള ആ പദഗമനമായിരുന്നു. ഏറ്റവും നിശബ്ദമായിട്ടാണ് പോകുന്നതെങ്കിലും ആഴത്തിലുള്ള ഒരു ആധ്യാത്മികത ഹൃദയത്തിൽ എന്നും ഒരു നിധിശേഖരം പോലെ കാത്തുസൂക്ഷിച്ച ഒരു വത്സല പിതാവായിരുന്നു തൂങ്കുഴി പിതാവ് എന്നാണ് എനിക്ക് തോന്നുന്നത്. യഥാർത്ഥത്തിൽ ഒരു ജീവിക്കുന്ന വിശുദ്ധനായ പുരോഹിതൻ. സൊസൈറ്റി ഓഫ് ക്രിസ്തുദാസീസ് എന്ന പേരിൽ SKD എന്നുള്ള ഒരു സന്യാസിനി സമൂഹം അദ്ദേഹം ആരംഭിക്കുന്നതിൻ്റെ പിന്നിൽ അദ്ദേഹത്തിൻ്റെ ഈ ഒരു ആഴത്തിലുള്ള ആധ്യാത്മികത സമൂഹത്തിൻ്റെ സഭയ്ക്ക് ഒരു പൈതൃകമായി വരണം എന്നുള്ള ഒരു ദൈവീക നിവേശിതമായിട്ടുള്ള ഒരു തീരുമാനമായിരിക്കണം അങ്ങനെ ഒരു വലിയ സംരംഭത്തിന് അദ്ദേഹം ഇറങ്ങിപ്പുറപ്പെട്ടത്. ഇപ്രകാരം പറയാറുണ്ട്, ചില വ്യക്തികളിങ്ങനെ വിളക്ക് പോലെയാണ്. അവർ ആ വിളക്ക് അണഞ്ഞാൽ പോലും ആ വെളിച്ചം നമുക്ക് നഷ്ടമാകുന്നില്ല. തൂങ്കുഴി പിതാവിൻ്റെ ജീവിതം അങ്ങനത്തെ ഒരു ദീപ്തമായ ജീവിതമാണ്. ആ ദീപ്തിപൂരം എന്നും സഭയ്ക്കും സമൂഹത്തിനും അനുഗ്രഹമായി തുടരും. കാര്യം ശരി, ഈ ലോകത്തിൽ നിന്ന് മിഴി പൂട്ടിയെങ്കിലും ആ മിഴികളുടെ പ്രകാശധാര സഭയ്ക്ക് അനുഗ്രഹമാകും. ആ വെളിച്ചം നമുക്ക് ആശ്വാസമാകും.